ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا بني آدم قد أنزلنا عليكم لباسا يواري سوآتكم وريشا ولباس التقوى ذلك خير ذلك من آيات الله لعلهم يذكرون. വിശ്വാസിനികളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ യഥാവിധി ജീവിതത്തിൽ പകർത്തുവാനും വിശ്വാസിയായി ജീവിച്ച് ഈമാനോടെ മരിക്കുവാനും പരിശ്രമിക്കണമേ എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. കരുണാവാരിധിയായ നാഥൻ അവന് ഭയപ്പെട്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളായ ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസ്ത്രം മനുഷ്യന്റെ ഒരു ഐഡന്റിറ്റിയാണ്. ഒരാളെ നാം സെക്കൻഡുകൾ കൊണ്ട് വിലയിരുത്തും. പ്രഥമ ദൃഷ്ട്യ എന്ന് പറയും. അഥവാ അയാളുടെ ഭാവം, വേഷം, സംസാരം ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഒരാളെ വിലയിരുത്തുവാൻ വളരെ ചുരുങ്ങിയ ചില സെക്കൻഡ്സ് മതി എന്നാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം. ഒരാൾ മാന്യനാണോ അല്ലയോ എന്നുള്ളത് വിലയിരുത്തുന്നതിൽ അയാളുടെ വസ്ത്രത്തിന് മുഖ്യമായ ഒരു പങ്കുണ്ട്. വിശുദ്ധ ഖുർആൻ മനുഷ്യൻ അല്ലാഹു നൽകിയിരിക്കുന്ന ഈ അനുഗ്രഹത്തെ കുറിച്ച് സൂചിപ്പിക്കുന്നത് ഞാൻ നിങ്ങളെ ഓതിക്കേൾപ്പിച്ച വാക്യം 7-ാമത്തെ അധ്യായം സൂറ അൽ അറാഫിലെ 26 മുതലുള്ള ഏതാനും വചനങ്ങൾ. 26 അല്ലാഹു പറയുന്നത്, യാ ബനി ആദം, മനുഷ്യ മക്കളെ, ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ, അല്ലാഹു നിങ്ങൾക്ക് വസ്ത്രങ്ങൾ ഇറക്കി തന്നിരിക്കുന്നു. യുആരി സൗആതിക്കും, അത് നിങ്ങളുടെ ഗോപ്യസ്ഥാനങ്ങളെ, നഗ്നതകളെ മറക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. വരീഷൻ, അതേപോലെ തന്നെ അലങ്കാര വസ്ത്രങ്ങൾ. വലിബാസു തഖ്വ ദാലിക ഖൈറൻ, എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾ അണിയുന്ന തഖ്വയാകുന്ന വസ്ത്രം. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മോടി നൽകുന്നത്, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഔന്നത്യം നൽകുന്നത് നിങ്ങൾ
നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാന്യത നൽകുന്നത് തഖ്വയാകുന്ന വസ്ത്രമാണ്. ദാലിക ഖൈർ ദാലിക മിൻ ആയാത്തില്ല. ഇതെല്ലാം ഈ പറഞ്ഞ വസ്ത്രം എന്ന് പറയുന്ന ദൃഷ്ടാന്തമായിരിക്കട്ടെ, അല്ലാത്തതായ അനുഗ്രഹമായിരിക്കട്ടെ, അല്ലാത്തതായിരിക്കട്ടെ, അതെല്ലാം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ്, അഥവാ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. ലഅല്ലഹും യദക്കറൂൻ, നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി, കാര്യങ്ങൾ കൃത്യമായി വിലയിരുത്തുന്നതിന് വേണ്ടി. ഈ വസ്ത്രം എന്ന് പറയുന്ന അള്ളാഹു മനുഷ്യന് നൽകിയിരിക്കുന്ന അപാരമായ അനുഗ്രഹം, അത് ഒരു മനുഷ്യന് നൽകുന്ന മാന്യത എന്ന് പറയുന്നത് വളരെ വലുതാണ്. നമ്മള് വളരെ പ്രയാസകരമാകുന്ന ഒരു സിറ്റുവേഷൻ, സാഹചര്യം ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ, അങ്ങാടിയിൽ വെച്ച് എന്തെങ്കിലും ഒരു വഷളാവുക എന്നൊക്കെ നമ്മൾ പറയല്ലോ, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രയാസം സംഭവിച്ചാൽ നമ്മൾ പറയുന്നൊരു പ്രയോഗമുണ്ട്, ഞാൻ തുണി ഉരിഞ്ഞതുപോലെ ആയിപ്പോയി, തുണി അഴിഞ്ഞു പോയതുപോലെ ആയിപ്പോയി എന്ന് വെച്ചാൽ വസ്ത്രം അഴിഞ്ഞു പോവുക എന്ന് പറയുന്നത് അത് ഏറെ പ്രയാസകരമായിട്ടാണ് ആളുകൾ കാണുന്നത്. വസ്ത്രം നമുക്ക് നൽകുന്ന മാന്യത എന്ന് പറയുന്നത് ആ വസ്ത്രം നാം എപ്രകാരം അണിയുന്നു എന്നുള്ളതിന് അനുസരിച്ചാണ്. തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നത് യൻസിഉ അൻഹുമാ ലിബാസഹുമാ ലിയുരിയഹുമാ, അവൻ പിശാച്ച്, മക്കളൊന്ന് ഇങ്ങോട്ട് ശ്രദ്ധിക്കും, മക്കൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കും കേട്ടോ. മറ്റു സംസാരങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് കുറച്ച് സമയം ഖുത്ബ കഴിഞ്ഞാൽ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, വേറൊന്നും ഉണ്ടാവരുത്. യൻസിഉ അൻഹുമാ ലിബാസഹുമാ ലിയുരിയഹുമാ സൗആതിഹിമാ, നിങ്ങളുടെ നഗ്നതകൾ, ഗോപ്യമായ കാര്യങ്ങൾ കാണിക്കുന്നതിന് വേണ്ടിയാണ് പിശാച്ച് നിങ്ങളിൽ നിന്ന് ആ വസ്ത്രത്തെ എടുത്തു മാറ്റിയത്. ആദമിനെയും ഹവ്വയെയും സ്വർഗത്തിൽ പാർപ്പിച്ചതിന് ശേഷമുണ്ടായ ആ ചരിത്രത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഖുർആൻ ഈ കാര്യം പറയുന്നത്. അഥവാ പിശാച്ച് ചെയ്യുന്ന പണിയാണ് മനുഷ്യന്റെ വസ്ത്രം അഴിപ്പിക്കുക എന്നുള്ളത്. ഇസ്ലാം ആ രീതിയിലാണ് വസ്ത്രത്തെ നോക്കിക്കാണുന്നത്. മാന്യത കീപ്പ് ചെയ്യുന്ന രീതിയിലുള്ള, മാന്യത സംരക്ഷിക്കുന്ന രീതിയിലുള്ള വസ്ത്രമായിരിക്കണം ഒരു വിശ്വാസി ധരിക്കേണ്ടത്, അണിയേണ്ടത് എന്നുള്ളത് വിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിക്കുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ആളുകള് ഒരു സംഘം മദീനയിലേക്ക് വന്ന് അവരെ സ്വീകരിക്കുവാൻ വേണ്ടി സ്വഹാബത്ത് ഇറങ്ങി പുറപ്പെട്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഇന്നക്കും ഖാദിമൂന അലാ ഇഖ്വാനിക്കും, നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളെ, നിങ്ങളുടെ ഫ്രണ്ട്സിനെ സ്വീകരിക്കുവാൻ വേണ്ടിയാണ് പുറപ്പെടുന്നത്. ഫഅഹ്സിനു ലിബാസക്കും, അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ വസ്ത്രം ഒന്ന് നന്നായി ഉടുക്കുക, നല്ല രീതിയിൽ വസ്ത്രം ധരിച്ചു പോവുക. നിങ്ങളുടെ വസ്ത്രത്തെ നന്നാക്കിയതിനു ശേഷം നിങ്ങൾ അവർ സ്വീകരിക്കുവാൻ പോവുക. അസ്ലിഹു റിഹാലക്കും, വസ്ത്രം മാത്രമല്ല നിങ്ങളുടെ വാഹനവും നിങ്ങൾ അതിനനുസരിച്ച് ഒരുക്കുക. എന്നിട്ട് നിങ്ങളുടെ അതിഥികളെ, സുഹൃത്തുക്കളെ സ്വീകരിക്കുവാൻ വേണ്ടി നിങ്ങൾ പോവുക. ഹത്താ തകൂനു കഅന്നകും ശാമ ഫിന്നാസി, അങ്ങനെ നിങ്ങളെ കാണുമ്പോ ആളുകൾക്കിടയിൽ, ഷാമത്ത് പറഞ്ഞാൽ ഈ പർവ്വതത്തിന്റെ ഒക്കെ കിമ്മത്ത്, ഉച്ചിയാണ്, അതിന്റെ പീക്കാണ്. അപ്പോ ആളുകൾക്കിടയിൽ തല ഉയർത്തി പിടിച്ച് നിൽക്കുന്നവരായി നിങ്ങളെ തോന്നുന്നതിന് വേണ്ടി, നിങ്ങൾക്കൊരു മാന്യത കൽപ്പിക്കപ്പെടുന്നതിന് വേണ്ടി, നിങ്ങളെ കുറിച്ച് ഒരു നല്ല ധാരണ ആളുകൾക്ക് ഉണ്ടാവുന്നതിന് വേണ്ടി നല്ല വസ്ത്രം ധരിച്ച് നിങ്ങൾ പോവുക. ഒരാളെ, അതാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്, ഒരാളെ നമ്മൾ തുടക്കത്തിൽ തന്നെ വിലയിരുത്തുന്നത് അദ്ദേഹം എത്ര മാന്യമായിട്ടാണ് വസ്ത്രം ധരിച്ചിരിക്കുന്നത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. ഒരിക്കല് ഒരു സ്വഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കണം, അദ്ദേഹത്തിന്റെ വസ്ത്രരീതിയും അദ്ദേഹത്തിന്റെ ശരീര പ്രകൃതിയോ കണ്ടപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഹല്ലക മിൻ മാലിൻ, അല്ല എന്താണ് അവസ്ഥ, വീട്ടിൽ സമ്പത്തായിട്ട് എന്തെങ്കിലും ഉണ്ടോ, നിനക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഖുൽതു നഅം, അതെ എനിക്കുണ്ട് പ്രവാചകരെ. കാൽ മിൻ അയ്യി മാലിൻ, എന്താണ് നിനക്കുള്ളത്, സമ്പത്തായിട്ട് എന്താ ഉള്ളത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഖുൽതു മിൻ കുല്ലിൻ ഖദ് അതാനി അല്ലാഹു മിനശ്ശാഇ വൽ ഇബ്ലി, എനിക്ക് അള്ളാഹു പലതും നൽകിയിരിക്കുന്നു, എനിക്ക് അള്ളാഹു അനുഗ്രഹങ്ങളായിക്കൊണ്ട് പലതും നൽകിയിരിക്കുന്നു, ആടുകളെയും അതേപോലെ തന്നെ ഒട്ടകങ്ങളെയും ഒക്കെ. അപ്പൊ എന്റെ വീട്ടിൽ ഇഷ്ടംപോലെ ആടുകളുണ്ട്,
എന്റെ വീട്ടിൽ ഇഷ്ടംപോലെ ഒട്ടകങ്ങളുണ്ട്, അങ്ങനെ അത്യാവശ്യം സമ്പത്തൊക്കെ എനിക്കുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഇദാ ആതാകല്ലാഹു മാലൻ ഫൽയുറാ അസറു നിഅമത്തുല്ലാഹി വകറാമത്തുഹു അലൈക. അള്ളാഹു നിനക്ക് ഈ അനുഗ്രഹങ്ങളൊക്കെ തന്നിട്ടുണ്ട് എങ്കിൽ നിന്റെ ശരീരത്തിൽ അത് കാണണം. വളരെ സമ്പന്നനായ ഒരു വ്യക്തി മാന്യമായ രീതിയിൽ വസ്ത്രം ധരിച്ചു വരണം. അദ്ദേഹത്തിന്റെ ഒരു ലെവലിനനുസരിച്ചുള്ള നല്ല നിലക്കുള്ള ഭംഗിയുള്ള മാന്യമായ വസ്ത്രം ധരിച്ചു വരണം. അള്ളാഹു നിനക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ട് എങ്കിൽ അതിന്റെ അടയാളം നിന്റെ ശരീരത്തിൽ കാണണം എന്ന് റസൂൽ പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താ? ആ ഒരു മാന്യത നമ്മൾ വസ്ത്രധാരണത്തിലും കീപ്പ് ചെയ്യണമെന്നാണ് ഇതിന്റെ അർത്ഥം. വസ്ത്രം നമുക്ക് നൽകുന്ന മാന്യതയാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മസ്ജിദി ഫദഖല റജുലൻ സായിറ റസി, അത് എല്ലാത്തിലും ശരീരത്തിലെ ആ അടയാളങ്ങളൊക്കെ അത് ബാക്കി നിൽക്കണം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിലേക്ക്, പള്ളിയിലേക്ക് പാറിപ്പറന്ന മുടിയും അതേപോലെ തന്നെ താടിയൊക്കെ ആയിട്ട് കയറി വന്നു. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് ഫഅശാറ ഇലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ താടി മുടിയൊക്കെ ഒന്ന് ഒതുക്കി വെക്കാൻ വേണ്ടി പറഞ്ഞു. വൃത്തിയായിട്ട് ഒരു ചീപ്പൊക്കെ എടുത്തിട്ട് അതൊന്ന് ചീകി ഒന്ന് ഒതുക്കി വെക്കാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ വന്നപ്പോ അദ്ദേഹം ഒന്നുകൂടി ഒരു വൃത്തിയിലാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ച്, അലൈസ ഹാദാ ഖൈർ മിൻ അൻ യഅതി അഹദകും സായിറ റഅസി കഅന്നഹു ശൈത്താൻ? ഇതല്ലേ കുറച്ചും കൂടി നല്ലത്? നേരത്തെ പറഞ്ഞതുപോലെ ആകെ പാറിപ്പറന്ന് ഒരു പ്രത്യേക കോലം. എന്നിട്ട് റസൂൽ പറഞ്ഞത് കഅന്നഹു ശൈത്താൻ. നമുക്കറിയില്ല ഷെയ്ത്താന്റെ കോലം എങ്ങനെയാണ് എന്നുള്ളത്. പക്ഷെ അല്ലാഹു റസൂൽ ഇതിൽ പറഞ്ഞത് കഅന്നഹു ശൈത്താൻ. അദ്ദേഹം ഇങ്ങനെ ആകെ മുടിയൊക്കെ വൃത്തികേടായ രീതിയിൽ വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ഒതുക്കാൻ വേണ്ടി പറഞ്ഞു. ഒതുക്കിയിട്ട് റസൂൽ പിന്നെ പറയുന്നത്, നേരത്തെ ശൈത്താന്റെ കോലത്തിൽ വന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ ഒന്ന് ഒതുക്കി വരുന്നതല്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. അപ്പൊ ഇത് ഇസ്ലാം ഒരു വിശ്വാസിയുടെ ബാധ്യതയായിട്ട് പഠിപ്പിക്കുന്ന കാര്യം. അല്ലാഹു റസൂൽ പറഞ്ഞല്ലോ, ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. അള്ളാഹു ഭംഗിയുള്ളവനാണ്, അവൻ ഭംഗിയെ ഇഷ്ടപ്പെടുന്നു. എല്ലാവരും, പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പുതിയ തലമുറയെ എന്നുള്ള നിലക്ക് പറയേണ്ടതില്ല, ഒരു പക്ഷെ ആ ഒരു കൺസെപ്റ്റ് വെച്ച് പുലർത്തുന്ന പഴയ തലമുറയിൽപ്പെട്ട ആളുകളായിരുന്നാലും കെയർഫുൾ കെയർലെസ് എന്ന് പറയും. അങ്ങനെയാണ് അവരുടെ ഒരു ഭാഷ. അതായത് നമ്മള് കണ്ടാ തോന്നും അയാളുടെ മുടിയെ കുറിച്ചൊക്കെ വളരെ കെയർലെസ് ആണ്, അത് ചീകണില്ല, ഡ്രസ്സ് കെയർലെസ് ആണ്, ഒതുക്കുന്നില്ല. പക്ഷെ കെയർലെസ് അല്ല, വളരെ കെയർഫുൾ ആയിട്ടുള്ള കെയർലെസ് ആണ്. ശ്രദ്ധാപൂർവം അശ്രദ്ധമാക്കി ഇടുക. അപ്പൊ അങ്ങനെ ചെയ്തു വെക്കുക, വിലങ്ങിനാക്കി വെക്കുക, ഡ്രസ്സൊക്കെ വേറൊരു കോലത്തിലാക്കുക, അവിടെ ഇവിടെയൊക്കെ കീറുക, അതൊക്കെ ഒരു ട്രെൻഡാണല്ലോ. അപ്പൊ ഇയാൾക്ക് അതിന് വലിയ താല്പര്യമൊന്നുമില്ല എന്ന് നമുക്ക് തോന്നാം. പക്ഷെ താല്പര്യമില്ലായിട്ടല്ല, അങ്ങനെ ഒരു താല്പര്യം. ആ രീതിയിൽ ഇതിനോട് ശ്രദ്ധാപൂർവമുള്ള ഒരു അശ്രദ്ധ കാണിക്കുക. പുതിയ ചില വാക്കുകളുണ്ട്, മൈ ബോഡി മൈ ചോയ്സ്. ഇങ്ങനത്തെ ഒന്നും പറയാൻ പോലും പാടില്ല എന്നാണ്. വസ്ത്രധാരണത്തിൽ ഒരു മാന്യതയും വേണ്ട, വസ്ത്രധാരണത്തിൽ ഒരു മര്യാദയും വേണ്ട. സംസാരത്തിൽ മാന്യത വെച്ച് പുലർത്തണം, സംസാരം ശ്രദ്ധിക്കണം, വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്ന് ചാനലുകളിൽ കയറിയിരുന്ന് വാതോരാതെ സംസാരിക്കുന്ന 24 മണിക്കൂറും ഓപ്പണാക്കി വെക്കുന്ന ആളുകൾ പറയാണ്, വസ്ത്രത്തിൽ മാന്യതക്കൊന്നും ഒരു പ്രസക്തി ഇല്ല. വസ്ത്രത്തിൽ മാന്യത അത് അയാളുടെ ചോയ്സാണ്, അത് അവന്റെ ഇഷ്ടമാണ്, അത് അവളുടെ ഇഷ്ടമാണ്. അതിന് മാന്യത വേണോ? അതിൽ മാന്യത വേണ്ട. എന്നാൽ വർത്താനത്തിൽ, സംസാരത്തിൽ മാന്യത വേണം. ഇതെന്ത് നീതിയാണ്? സംസാരത്തിൽ മാന്യത വേണം. നമ്മുടെ നാക്ക് എല്ലില്ലാത്ത ഒരു അവയവമാണെന്ന് കരുതിയിട്ട് എങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. ഓരോ വാക്കും ശ്രദ്ധിച്ച് ഉപയോഗിക്കാവൂ. അതിന് മാന്യത കൽപ്പിക്കപ്പെടണം, വാക്കുകൾക്ക് മാന്യത വേണം. അതുപോലെ പ്രധാനമാണ് വസ്ത്രത്തിനും മാന്യത വേണമെന്നുള്ളത്. വസ്ത്രത്തിന് മാന്യത കൽപ്പിക്കപ്പെടണമെന്നുള്ളത്, മാന്യമായിട്ട് വസ്ത്രം ധരിക്കണമെന്നുള്ളത്, അത് എന്റെ അവകാശമാണ്, എന്റെ ശരീരമാണ്, എനിക്ക് എങ്ങനെയാവാം എന്ന് പറഞ്ഞാൽ ആളുകളെ നമ്മൾ വിലയിരുത്തുന്ന ഒരു രീതിയുണ്ട്. അത് ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ മലയാളക്കരയില് കേരളത്തിന്റെ പഴയകാല ചരിത്രം മറക്കാൻ വേണ്ടി, ഡ്രസ്സ് ധരിക്കാൻ വേണ്ടി സമരം ചെയ്തിരുന്ന ഒരു കാലം കുട്ടികൾ ഹിസ്റ്ററിയിൽ പഠിക്കുന്നുണ്ട്, സോഷ്യൽ സ്റ്റഡീസിൽ പഠിക്കുന്നുണ്ട്. ഒരു പക്ഷേ കുറച്ച് പ്രായമുള്ള ആളുകൾക്ക് അന്നത്തെ ചരിത്രം നേരിട്ട് കണ്ടവരെ പക്ഷെ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരിക്കും. മറക്കൽ സമരം. വസ്ത്രം ധരിക്കാൻ ഓരോ ജാതിക്കും ഓരോ രീതി ഉണ്ടായിരുന്നു. അതിന് നികുതി കൽപ്പിക്കപ്പെട്ടിരുന്ന
ഒരു കാലഘട്ടം നമ്മുടെ മലയാളക്കരയിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ രീതിയിൽ നിന്ന് അന്ന് സമരം ചെയ്ത് നേടിയെടുത്തതാണ് മാന്യമായി വസ്ത്രം ധരിക്കാനുള്ള അവകാശം. ഇന്നിപ്പോ സമരം നടക്കുന്നത് നേരത്തെ പറഞ്ഞത് തുറക്കാൻ വേണ്ടിയിട്ടാണ്. ഏത് അടക്കാൻ വേണ്ടി, ഏത് ധരിക്കാൻ വേണ്ടി സമരം ചെയ്തോ അതേ നാട്ടിൽ ഇന്ന് തിരിച്ച് സമരം നടക്കുന്നു. അത് തുറക്കാൻ വേണ്ടിയിട്ടുള്ള സമരം. നോക്കൂ നിങ്ങൾ, കാലഘട്ടത്തിൽ സംഭവിച്ചിരിക്കുന്ന ഒരു വൈപരീത്യം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് ഇസ്ലാം വിശ്വാസികളോട് കൃത്യമായി കൽപ്പിക്കുന്നത്. അതിന് നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ, മൈ ബോഡി മൈ ചോയ്സ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നമ്മുടെ ശരീരത്തിന് ഒരു വിലയുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ വിലപ്പെട്ട ഒരു സാധനം, നല്ലൊരു മൊബൈൽ നമ്മൾ വാങ്ങിയാൽ നമ്മൾ അതിന്റെ മുകളിൽ ഒരു കവർ ഇടും. അതാരും തുറന്നു കൊണ്ടെടുക്കാറില്ല. ഒരു ഐഫോൺ അത് കവറിട്ട് പ്രൊട്ടക്ട് ചെയ്താ കൊണ്ടെടുക്കുക. നമ്മൾ ഒരു ചോക്ലേറ്റ്, നല്ല ചോക്ലേറ്റ് നമ്മൾ വാങ്ങുകയാണെങ്കിൽ തുറന്നു വെച്ച് എല്ലാവരും നോക്കി എല്ലാവരും കണ്ട് ഈ ചെയ്യുന്ന ഒരു ചോക്ലേറ്റ് അല്ല നമ്മൾ വാങ്ങുക. നേരെ മറിച്ച് ഭംഗിയായി പൊതിഞ്ഞു വെച്ചതാണ്. അതതിന്റെ മാന്യതയാണ്. എല്ലാവർക്കും ഓപ്പൺ ആക്കി വെച്ച് കൊടുത്ത് ഒരു ഗ്ലാസ് കൊണ്ട് എന്തെങ്കിലും നല്ലൊരു സാധനം കൊണ്ടോ അതിന്റെ കവർ കൊണ്ടോ പൊതി കൊണ്ടോ കവർ ചെയ്യാത്തൊരു ചോക്ലേറ്റ് ആരെങ്കിലും വാങ്ങുമോ? ഈച്ചയിരുന്ന പാറ്റയിരുന്ന ഒരു വൃത്തികെട്ടത്. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഏറ്റവും അമൂല്യമായിട്ടുള്ളതാണ്. അത് പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യത. അത് ആണിനും പെണ്ണിനും. അവിടെ ഇസ്ലാം കൃത്യമായി ചില നിയമങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പുരുഷന്മാർക്ക് അതിൻ്റെതായ ചില നിയമങ്ങളുണ്ട്, സ്ത്രീകൾക്ക് അതിൻ്റെതായ ചില നിയമങ്ങളുണ്ട്. അത് ഇസ്ലാം കൃത്യമായി പഠിപ്പിച്ചു. അത് ഒരു പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ ഇന്ന് ആ ട്രെൻഡിന്റെ പേരില്, ഫാഷന്റെ പേരില്, അതേപോലെ തന്നെ മോഡലിന്റെ പേരില് മാറി ഇപ്പോ കാലഘട്ടത്തിനനുസരിച്ച് നമുക്ക് വസ്ത്രധാരണ രീതി സ്വീകരിക്കാം. പക്ഷെ അടിസ്ഥാനപരമായ ചില ലക്ഷ്യങ്ങളുണ്ടല്ലോ, അത് മറന്നു പോകാൻ പാടില്ല. ഇപ്പൊ മോഡലുകൾ പല രീതിയിൽ മാറി വരും. പക്ഷെ ഇസ്ലാം പഠിപ്പിച്ച, ഇപ്പൊ നമുക്കറിയാം, എപ്പോഴും ഒരു പുരുഷന്റെ നഗ്നത എന്ന് പറയുന്നത് മുട്ടുപൊക്കലുകൾക്കിടയിലുള്ളതാണ്. അത് നിർബന്ധമായിട്ട് മറക്കണം. പക്ഷെ അത് മാത്രം ഉടുത്തുകൊണ്ടല്ല നമ്മൾ നടക്കുന്നത്. നമ്മുടെ മാന്യതയുടെ ഭാഗമായിട്ട് ഷർട്ട് ധരിക്കും, അതേപോലെ തന്നെ ഇന്നറുകൾ ഉപയോഗിക്കും. അതൊക്കെ അതിൽപ്പെട്ടത്, അത് മാന്യതയാണ്. പക്ഷെ ട്രെൻഡിന്റെ ഭാഗമായിട്ട് ഇപ്പോ ബോയ്സിന്റെ അടിയിൽ, ഗേൾസിന്റെ അടിയിൽ വേറെ ചിലതുണ്ട്, ബോയ്സിന്റെ അടിയിൽ വേറെ ചിലതുണ്ട്, പുരുഷന്മാർക്ക് വേറെ ചിലതുണ്ട്, സ്ത്രീകൾക്ക് വേറെ ഉണ്ട്. ലോ വേസ്റ്റ്, ലോ വേസ്റ്റ് പറഞ്ഞാൽ ഡ്രസ്സ്, പാന്റ് ഏറ്റവും താഴ്ത്തി ഉടുക്കുക. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ മാന്യതയുടെ അടയാളങ്ങളും ലംഘിച്ചുകൊണ്ട് ഇവന്റെ ഇന്നർ അടക്കം പുറത്ത് കാണിച്ചുകൊണ്ട് നടക്കുക. അത് നമ്മൾ പള്ളിയിൽ പോകുന്ന മക്കള്, പള്ളിയിൽ പോകുന്ന ചെറുപ്പക്കാര്, 5 വക്ത് നമസ്കരിക്കുന്ന ചെറുപ്പക്കാർ അങ്ങനെ ചെയ്താലുള്ള ദുരന്തങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നേരെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നവന്റെ ഔറത്ത്, കാരണം നമുക്കറിയാലോ മുട്ടുപൊക്കൾക്കിടയിലുള്ളത് ഔറത്താണ്. അത് പുറത്ത് കാണിച്ചുകൊണ്ട് പുറകിൽ നിന്ന് നമസ്കരിക്കുന്ന ആൾക്ക് അസഖ്യമാകുന്ന രീതിയിൽ, ഇനി അത് ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ, ഇയാൾ എന്താ ചെയ്യുക? ഇവന്റെ ഔറത്ത് പുറത്താണ്, ഇവന്റെ ബാക്ക് ഓപ്പൺ ആയിട്ട് ആ രീതിയാണ് ഇവൻ നമസ്കരിക്കുന്നത്. ആ നമസ്കാരത്തിന് എന്താ അർത്ഥം ഉള്ളത്? അത് കാലത്ത്. എന്നിട്ട് പിന്നെ ഇപ്പോ കുട്ടികൾ, നേരത്തെ ഒക്കെ ചില കുട്ടികളൊക്കെ ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്, പിന്നെ കീസ് ഒരു കവറുമായിട്ട് നടക്കും. എന്താ വെച്ചാല് പാന്റ് പിന്നെ അയക്കേണ്ടി വന്നാൽ കയ്യിൽ കീസ് വേണം. അപ്പൊ ട്രിപ്പ് പോയ സമയത്ത് ഇവൻ കീസുമായിട്ട് നടക്കും. എന്താ വെച്ചാല് ഇത്രയും ടൈറ്റ് ബോഡി ഷേപ്പിൽ ഇങ്ങനെ ടൈറ്റ് ആക്കിയിട്ട്, പിന്നെ പാന്റ് ഒക്കെ അടിച്ചു വന്നാൽ അത്, അല്ലെങ്കിൽ വാങ്ങിയാൽ ആദ്യം അത് സ്റ്റിച്ച് ചെയ്തിട്ട് ടൈറ്റ് ആക്കുക, എന്നിട്ട് ബോഡിയിൽ അതേ ഷേപ്പിലാക്കി വെക്കുക. ഇത് അയക്കണമെങ്കിൽ അവന് കാൽമേൽ ഒരു കവർ ഇടണം, അപ്പോൾ ഇത് ഊരാൻ കിട്ടുള്ളൂ. അത്ര ടൈറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ബോയ്സിന് സംഭവിക്കുന്ന ഒരു അബദ്ധങ്ങൾ. അങ്ങനെ ഓരോ രീതിയിൽ ഓരോ ട്രെൻഡ്. നമ്മുടെ ട്രെൻഡ് നമുക്കിപ്പോ ഇസ്ലാമികമായി യോജിക്കുന്ന രീതിയിലുള്ള ഒരു ഫാഷൻ നമുക്ക് സ്വീകരിക്കുന്നതിന് വിരോധമില്ല. പക്ഷെ ഇസ്ലാമികമായി യോജിക്കാത്ത ഒന്ന്, ഇപ്പോ പള്ളിയിലേക്ക് പോകുന്ന ഒരാള് അവന്റെ ഷർട്ടിലൊക്കെ എന്തെല്ലാം ചില സ്ഥലത്തൊക്കെ എഴുതി വെക്കലും, വൃത്തികെട്ട വാക്കുകൾ സ്പെല്ലിങ് മാറ്റിയിട്ട് എഴുതി വെക്കും. നമ്മളെ കുട്ടികൾ, അല്ലെങ്കിൽ നമ്മൾ തന്നെ കുട്ടികൾക്ക് നല്ല ടീഷർട്ടാ വാങ്ങിക്കൊടുക്കും. അതിനകത്ത് ചിലത് എഴുതിയിട്ടുണ്ടായിരിക്കും, ചിലത് നേർക്ക് നേരെ തന്നെ അസഭ്യം. അത് മുന്നിൽ നോക്കി നമസ്കരിക്കുക, അതിന്റെ പുറകിൽ നമ്മൾ നമസ്കരിക്കുക. ചിത്രങ്ങള്, ഫോട്ടോകൾ, വൃത്തികെട്ട ഫോട്ടോകൾ, വൾഗറായ മെസ്സേജുകൾ. ഇപ്പൊ അങ്ങനത്തതൊക്കെയാണ്, അതൊക്കെ ഒരു ട്രെൻഡാണ്. എന്നിട്ട് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ നിന്ന് കൊടുക്കുക. അപ്പോ ഇവിടെ നമ്മൾ അണിയുന്ന വസ്ത്രത്തിൽ നമ്മൾ മാന്യത പുലർത്തണം. മുട്ടുമുക്കലിന്റെ ഇടയിൽ മറിയാത്ത ഒരാൾ നമസ്കരിച്ചാൽ ആ നമസ്കാരം ശരിയല്ല.
അങ്ങനെ ഒരു നമസ്കരിച്ച ഒരാള് അത് ഓപ്പണായി കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. അവിടെ നമസ്കാരത്തെ കുറിച്ച് എല്ലാ സന്ദർഭത്തിലും അങ്ങനെ തന്നെയാണ്. നമസ്കാരത്തെ കുറിച്ച് പ്രത്യേകമായിട്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞ സൂറത്തുൽ അറാഫിലെ 31 യാ ബനി ആദം ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്. നിങ്ങൾ പള്ളി പോകുമ്പോൾ മാന്യത സ്വീകരിക്കുക, പള്ളിയടക്കൽ വെച്ച് നിങ്ങൾ മാന്യമായി വസ്ത്രം ധരിക്കുക. ഇത് അള്ളാഹു റസൂൽ കൃത്യമായി പഠിപ്പിച്ചതാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരില്ല മാ അല അഹദിക്കും അൻ വജദ സഅതൻ അൻ യത്തഖിദ തൗബൈൻ ലിജുമഅതിഹി സിവാ തൗബൻ മിഹിന. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ വെള്ളിയാഴ്ചക്ക് വേണ്ടി നിങ്ങളൊരു വസ്ത്രം പ്രത്യേകം മാറ്റി വെക്കണം. അള്ളാഹു റസൂൽ പഠിപ്പിച്ചതാണ്. വെള്ളിയാഴ്ചത്തേക്ക് വേണ്ടിയ പ്രത്യേക വസ്ത്രം, അത് അബിയദിനുള്ള പോരിശ വെള്ള വസ്ത്രത്തിനുള്ള മഹത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ സന്ദർഭത്തിലും നമുക്ക് സാധിച്ചുകൊള്ളുന്നില്ല, എന്നാലും സാധിക്കുന്ന സന്ദർഭത്തിൽ അപ്പൊ അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി പുണ്യം പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളിപ്പോ പഴയ കാലത്തൊക്കെ ഒരാൾക്ക് രണ്ട് ഷർട്ട് ഒരു ഷർട്ടൊക്കെ പിന്നെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ എന്റെ കുട്ടിക്കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, 2 ഡ്രസ്സാണ് ഉണ്ടാവുക. ഒന്ന് വാങ്ങിയിട്ട് അത് മടക്കി വെക്കും, ആ വേറൊരെണ്ണം വാങ്ങുമ്പോഴേ അത് എടുക്കുള്ളൂ. അതിലത് കല്യാണത്തിന് സൽക്കാരത്തിന് മാത്രം എടുക്കും. അങ്ങനെ 2 ഷർട്ടിന്റെ കാലഘട്ടം എന്റെ പ്രായത്തിലുള്ള ആളുകൾക്ക് അറിയായിരിക്കും. എന്നാൽ ഇന്ന് നമ്മൾക്ക് പോലും അറിയില്ല നമ്മൾക്ക് എത്ര ഡ്രസ്സ് ഉണ്ട് എന്നുള്ളത്. എത്ര കുട്ടികൾക്ക് അറിയാം, എത്ര വലിയവർക്ക് അറിയാം, എത്ര ഷർട്ട് ഉണ്ട് അല്ലെങ്കിൽ എത്ര പാന്റ് എത്ര തുണി ഉണ്ട് എന്നുള്ളത്. ആ രീതിയിലൊക്കെ അള്ളാഹു നമുക്ക് നിയമത്ത് തന്നു, നല്ലത് തന്നെ. എന്നാൽ അതിൽ വെള്ളിയാഴ്ചത്തേക്ക് ഒരു ഡ്രസ്സ് എന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്നത് അള്ളാഹു റസൂൽ അന്നത്തെ കാലത്ത് സുന്നത്തായിട്ട് പഠിപ്പിച്ച. ഇത് നമുക്കത് പ്രായോഗികമാക്കാന്നുള്ള പ്രയാസമുള്ള സംഗതിയല്ല. അപ്പൊ ആ രീതിയിൽ അവിടെ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ചില നിയമങ്ങള്, എല്ലാറ്റിനും നിയമങ്ങളുണ്ട്. അത് വസ്ത്രത്തിന്റെ കാര്യത്തിലും ചില എന്തുകൊണ്ട് എനിക്ക് ആയിക്കൂടാ എന്ന യുക്തിയുടെ ചോദ്യം ചോദിച്ചിട്ട് എല്ലാ നിയമങ്ങളെയും മറികടക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലോകത്ത് ജീവിതം നല്ല നിലക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ചില നിയമങ്ങളൊക്കെ വേണം. ചിലതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാം. ഫുട്ബോൾ കളിക്കുമ്പോൾ അതിന് ചില നിയമങ്ങളില്ലേ? ഫുട്ബോളിന് ഒരു റഫറി ഉണ്ടാകും, ക്രിക്കറ്റിന് ഒരു അമ്പയർ ഉണ്ട്. അതെന്തിനാ? തോന്നിയമാതിരി കളിക്കാൻ പറ്റൂല. തോന്നിയമാതിരി കൈകൊണ്ടും കാലുകൊണ്ടും ഒക്കെ കൂടി കളിച്ചാൽ അതിന്റെ നിയമം ലംഘിക്കലാണ്. അപ്പൊ അവിടെ ചില നിയമങ്ങളുണ്ട്. എല്ലാത്തിനും ചില നിയമങ്ങൾ വേണം, അപ്പോഴേ ജീവിതം നല്ല നിലക്ക് മുന്നോട്ട് പോകുള്ളൂ. ഡ്രസ്സിന് ചില നിയമങ്ങളുണ്ട്, ജീവിതത്തിന് ചില നിയമങ്ങളുണ്ട്. ഇതൊക്കെ സംസാരം പഠിപ്പിക്കുന്നത് പുരുഷനായിരുന്നാലും സ്ത്രീക്കായിരുന്നാലും ആ മാന്യത കീപ്പ് ചെയ്യുക. അപ്പൊ സ്ത്രീകളുടെ വസ്ത്രത്തെ കുറിച്ച് സംസാരം പഠിപ്പിച്ചത് മുഖവും മുൻകൈ ഒഴിച്ച് ബാക്കിയെല്ലാം മറക്കുന്നുണ്ട്. പക്ഷേ ബോഡി ഷേപ്പ് കൃത്യമായി കാണിക്കുന്ന രീതിയിലാണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടൈറ്റ് ഫിറ്റും ബോഡി ഷേപ്പും കാണിക്കുന്ന രീതിയിലാണ് വസ്ത്രം ധരിക്കുന്നത് എങ്കിൽ അത് ഇസ്ലാമികമായ വസ്ത്രധാരണ രീതിയല്ല. ഇന്നിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം തുറന്നിടുവാനുള്ള അവകാശത്തിന് വേണ്ടി പെൺകുട്ടികൾ സമരം ചെയ്യുകയും ആ രീതിയിലേക്ക് വസ്ത്രധാരണ രീതി മാറുകയും ഇൻഫ്ലുവൻസേഴ്സ് സ്വാധീനിക്കുന്ന ആളുകളടക്കം ആ രീതിയിൽ അതൊരു ട്രെൻഡാക്കി കൊണ്ടു നടക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികളെ അത് സ്വാധീനിക്കുന്നതിന്റെ ഒരു ദുരന്തത്തെ കുറിച്ച് നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. ഇവിടെ നമുക്കറിയാം, ഇപ്പോ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. കുല്ലിൽ മുഅ്മിനീന സൂറത്ത് നൂറിൽ വളരെ ഗൗരവത്തോടെ അള്ളാഹു പഠിപ്പിച്ചല്ലോ, വിശ്വാസികളുടെ കണ്ണുകൾ താഴ്ത്തട്ടെ. കുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും. പുരുഷന്മാര് അതേപോലെ ശേഷം സ്ത്രീകളോട് പറഞ്ഞു അവര് അവരുടെ കണ്ണുകൾ താഴ്ത്തട്ടെ. ഇതിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം പിന്നീട് ഖുർആൻ പറഞ്ഞ അതിന്റെ തൊട്ടടുത്ത ആയത്തിൽ പറഞ്ഞത് വലി യദ്രിബ്ന ബിഹുമരിഹിന്ന അലാ ജുയൂബിഹിന്ന. അവർ അവരുടെ മുഖമക്കന മാറിടത്തിലൂടെ താഴ്ത്തിയിടട്ടെ. ലാ യുബ്ദീന സീനത്തഹുന്ന. അവരുടെ സീനത്ത് പ്രകടമാവാതിരിക്കുവാൻ വേണ്ടി മുഖമക്കന് മാറിലൂടെ താഴ്ത്തിയിടുക എന്ന് പറഞ്ഞാൽ മഫ്ത. അത് ഇപ്പൊ ചിലപ്പോ ഒരു ട്രെൻഡ് അതിനിടയ്ക്ക് ഇങ്ങനെ വന്നിരുന്നത് ഇപ്പൊ നിലവിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ആ മഫ്തയുടെ ഷാള്, മഫ്തയുടെ എൻഡ് 2 ഭാഗത്തും ഇങ്ങനെ കെട്ടിയിട്ട് ഇവിടെ ഇങ്ങനെ പിൻ ചെയ്ത് വെക്കുക. ഇപ്പൊ പിന്നെ പിന്നൊക്കെ ഗേൾസിൽ ഏറെ പോയി അതിനൊരു ചുറ്റി അവിടെ ഇടുക, ആവശ്യനാമ എടുക്കുക, ആവശ്യനാമ തുറക്കുക, ആ രീതിയിലേക്കായി മാറി. അങ്ങനെയാകുമ്പോ ഇപ്പൊ ആളുകൾക്ക് അടിയിൽ തന്നെ ഇതവിടെ ചുറ്റിയിട്ടിട്ട് അത് എടുക്കും. എവിടുന്ന്? ക്ലാസ്സിലിരുന്നിട്ട് അല്ലെങ്കിൽ ബസ്സിലിരുന്നിട്ട് ആൾക്കാരടിന്ന് ഈ ചുറ്റെടുത്തിട്ട് പിന്നെയും കെട്ടിയാൽ. അപ്പൊ ഇനി ഈ കെട്ടുന്നതിന്റെ അർത്ഥം എന്താ? നമ്മളിപ്പോ ആൾക്കാരടിന്ന് തുണി ഉടുത്തിട്ട് ആൾക്കാരൊക്കെ കാണാണ്ട് കെട്ടിയാൽ വീണ്ടും എടുത്താൽ അതിന്റെ അവസ്ഥ എന്താ? അല്ലെങ്കിൽ ഷർട്ട് ഊരിട്ടാൻ ഇട്ടാലുള്ള അവസ്ഥ എന്താ? കാണണ്ടൊക്കെ കണ്ടില്ലേ? ആ രീതി അത് മറച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ മറച്ചു വെക്കാനുള്ളതാണ്. അത് പിന്നെ ഇടയ്ക്ക് ഓപ്പൺ ചെയ്യാനും ചില കുട്ടികൾക്ക് എപ്പോഴും ഷാളുമല 2 കൈയും ഷാളുമല എൻഗേജാ. ഇത് കൈ വിട്ടാൽ ഇത് ചാടിപ്പോകും അല്ലെങ്കിൽ തൂങ്ങിപ്പോകും. എപ്പോഴും അതിങ്ങനെ ശരിയാക്കിക്കൊണ്ടേയിരിക്കണം. എന്തുകൊണ്ട്? അത് ഏറ്റവും സേഫായ നിലക്ക്, കംഫർട്ടായ നിലക്ക് നമ്മൾക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ ഏറ്റവും കംഫർട്ടായ ഒരു വസ്ത്രധാരണ രീതി ഒരു പെൺകുട്ടി സെലക്ട് ചെയ്യുക.
ഒരാൺകുട്ടി സെലക്ട് ചെയ്യുക. അവൻ അതിട്ടാൽ കംഫർട്ട് ആയിരിക്കണം, അവന്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം, അവന്റെ അവളുടെ ഔറത്ത് വെളിവാവാത്ത രീതിയിലായിരിക്കണം. ആ രീതിയിൽ അത് ഇസ്ലാമിക വിരുദ്ധമല്ലാതിരിക്കുകയും വേണം. അത്രേ ഉള്ളൂ. അത് നമുക്ക് പിന്നെ കളർ നമുക്ക് ഇഷ്ടമുള്ള സ്വീകരിക്കാം. വെള്ള സുന്നത്താണെന്നേ ഉള്ളൂ, വെള്ള മാത്രമേ പറ്റുന്നൊന്നുമില്ല. ഇഷ്ടമുള്ള കളർ സ്വീകരിക്കാം. എന്നാൽ വൾഗറാകാൻ പാടില്ല. അതിനകത്ത് അനാവശ്യമായ ഈ പറഞ്ഞ പോലെ വലിയ ബാഡ് പ്രിന്റുകള്, അതേപോലെ വൃത്തികെട്ട മെസ്സേജുകള് അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല. ചിലതൊക്കെ വായിച്ചാൽ ചിലപ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. എവിടെ ഷർട്ടിന്റെ പുറകിൽ, ടീഷർട്ടിന്റെ പുറകിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് ഈ കുട്ടിക്ക് അത് അറിയല്ലേ എന്നുള്ളത് നമുക്കറിയില്ല. അത്ര മോശം. അപ്പൊ അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇസ്ലാമികമായി ഒരു പിന്നെ വസ്ത്രധാരണത്തിന്റെ മര്യാദ എന്ന് പറയുന്നത്. ഇത് ഈ സന്ദർഭത്തിൽ കൃത്യമായി നമ്മൾ മനസ്സിലാക്കി വെക്കണം. പുരുഷന്റെ അതിന്റെ ഒരു സൈക്കോളജി പറയുന്നത്, പുരുഷൻ വിഷ്വലാണ്, സ്ത്രീകള് മെന്റലും സെക്സിന്റെ കാര്യത്തിൽ പുരുഷന് ഒരു കാഴ്ച, തെറ്റായ ഒരു കാഴ്ച ഒരു പുരുഷൻ കണ്ടാൽ അവനിൽ അത്തരം ചിന്തകൾ വരും. അത് പുരുഷന്റെ പ്രകൃതിയാണ്. കാഴ്ചകൾ ഒരു പുരുഷനെ വല്ലാതെ സ്വാധീനിക്കും. ഒരു സ്ത്രീയുടെ മനോഹരമായ എന്തെങ്കിലും, അവന് സൗന്ദര്യം എന്ന് തോന്നുന്ന ഒരു കാഴ്ച അവനെ കണ്ടാൽ അത് പുരുഷന്റെ പ്രത്യേകതയാണ്, അവന്റെ മനസ്സിനെ അത് സ്വാധീനിക്കും. അതുകൊണ്ടാണ് ഖുർആൻ പുരുഷന്മാരുടെ ആ കാര്യം പ്രത്യേകം പറഞ്ഞത്, നിങ്ങൾ കണ്ണുകളെ താഴ്ത്തുക. സ്ത്രീകളോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ നഗ്നതകളെ മറയ്ക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞതിനാ ഈ ഒരു പ്രയാസം ഇല്ലാതിരിക്കാൻ വേണ്ട. എന്നാൽ സ്ത്രീകൾ ആ രീതിയിലല്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മനസ്സിലേക്ക് ചിന്തകൾ വരണം. അതേപോലെ തന്നെ അവരുടെ മെന്റൽ അതില് മൈൻഡ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോഴേ അവർ സെക്സിലേക്ക് പോകുള്ളൂ. എന്നാൽ പുരുഷൻ അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുവാൻ വേണ്ടി വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പൊ ആ ഒരു കാര്യം അത് കൃത്യമായിട്ട് അതിൽ മാന്യത പാലിക്കുക. മാത്രമല്ല, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19 ഉപവകുപ്പ് ഡീസൻസി മൊറാലിറ്റി കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും പൗരാവകാശത്തിൽപ്പെട്ടതാണ്, ഓരോരുത്തരുടെയും അവകാശത്തിൽപ്പെട്ടതാണ്. മര്യാദ കാണിക്കുക, വസ്ത്രധാരണത്തിൽ സഭ്യത സ്വീകരിക്കുക, മാന്യത കാണിക്കുക എന്നുള്ളതൊക്കെ അതൊക്കെ ഇസ്ലാമികമായി പഠിപ്പിക്കപ്പെട്ട മര്യാദകൾ തന്നെയാണ്. അത് വസ്ത്രധാരണത്തിന്റെ വിഷയത്തിലും വളരെ കൃത്യമായി ഇസ്ലാം കൽപ്പിക്കുന്നു. ബാത്റൂമില് നമ്മൾ ഉപയോഗിക്കേണ്ട ഡ്രസ്സ് ഒരാൾ പുറത്ത് ധരിച്ചാൽ അത് മാന്യതയല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. ചിലർ ചോദിക്കും, എന്താണ് മാന്യത? വസ്ത്രധാരണത്തിൽ നിങ്ങൾ പറയുന്ന മാന്യത എന്താണ്? ഇതൊന്നും തിരിയാത്തവരൊന്നും അല്ല ഈ ചോദിക്കുന്നത്. നമ്മൾ ടോയ്ലറ്റിൽ ഉപയോഗിക്കുന്ന ഒരു ഡ്രസ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു വസ്ത്രധാരണ രീതി ഉണ്ട്, അത് പുറത്തുപയോഗിച്ചാൽ അത് മാന്യതയല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോ അത്തരം ആഭാസത്തിലേക്ക് നമ്മൾ പോവാതിരിക്കുവാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ സഹോദരന്മാർ എല്ലാവരും ശ്രദ്ധിക്കുക. കാസിയാത്തുൻ, ആരിയാത്തുൻ, മായിലാത്തുൻ, മുമീലാത്തുൻ, വസ്ത്രം ധരിച്ച നഗ്നകൾ. ഖിയാമത്തിന്റെ അലാമത്തായിട്ട് 14 നൂറ്റാണ്ട് മുമ്പ് റസൂൽ പഠിപ്പിച്ചതാണ്. നമ്മുടെ നാട്ടിൽ വസ്ത്രം ധരിക്കുന്ന ഈ ഇത്തിരി പോന്ന കുഞ്ഞുടുപ്പുകൾ ഇട്ട് നടക്കുന്നവര്, അവർക്ക് സമ്പത്തില്ലാഞ്ഞിട്ടല്ല, വസ്ത്രം വാങ്ങാനുള്ള പൈസ ഇല്ലാഞ്ഞിട്ടല്ല, മറിച്ച് വസ്ത്രം ധരിച്ച നഗ്നകൾ. കാസിയാത്തുൻ, ആരിയാത്തുൻ, മായിലാത്തുൻ, മുമീലാത്തുൻ, ചാഞ്ഞും ചെരിഞ്ഞും നടക്കുന്നത്. അതൊക്കെ ഇന്നൊരു ട്രെൻഡായി മാറിയിരിക്കുകയാണ്. പ്രത്യേക തരത്തിലുള്ള വാക്കുകൾ, നടത്തങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ആ രീതിയിലേക്ക് മക്കളെ വളർത്തിയെടുക്കുന്ന രക്ഷിതാക്കൾ ചിന്തിക്കുക, എവിടേക്കാണ് നമ്മുടെ മക്കളെ നമ്മൾ കൊണ്ടുപോകുന്നത് എന്നുള്ളത്. അവരെ കുറിച്ച് റസൂൽ പഠിപ്പിച്ചു. ഒട്ടകത്തിന്റെ കൂഞ്ഞ പോലെ ചെരിഞ്ഞാടുന്ന ഇത്തരം ആളുകൾ ജന്ന, ആ സഹോദരിമാർ ഒരിക്കലും അള്ളാന്റെ സ്വർഗത്തെ കടക്കൂല. വലാ യജിദിന റീഹഹാ, ആ സ്വർഗത്തിന്റെ സുഗന്ധം പോലും അവർക്ക് ലഭിക്കുകയില്ല. ഇത്ര വിദൂരത്തേക്ക് ലഭിക്കുന്ന ആ സ്വർഗത്തിന്റെ സുഗന്ധം പോലും വസ്ത്രധാരണത്തിൽ മാന്യത കാണിക്കാത്ത സഹോദരിമാർക്ക് ലഭിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാര്, വസ്ത്രധാരണത്തിലെ മര്യാദ, പുരുഷനായാലും സ്ത്രീ ആയാലും, എന്റെ ഐഡന്റിറ്റി കാണിക്കുന്ന പ്രധാനപ്പെട്ട ഒന്ന് എന്റെ വസ്ത്രമാണ്. അതുകൊണ്ട് ഞാൻ മാന്യമായി വസ്ത്രം ധരിക്കണം, എന്റെ കുടുംബത്തിലെ എല്ലാവരും മാന്യമായിട്ട് വസ്ത്രം ധരിക്കാവൂ എന്ന തീരുമാനം ഓരോരുത്തരും എടുക്കുക. അള്ളാഹുവോട് പ്രാർത്ഥിക്കുക, അവൻ നമ്മൾ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ അസീസുൽ ഗഫാർ വസ്സലാത്തു വസ്സലാമു അലാ മൻ അർസലഹു അല്ലാഹു കാഫത്തൻ ലിന്നാസ് തബ്ശീറൻ വഇൻദാർ
وعلى آله الأتقياء الأبرار وعلى أصحابه الأصفياء الأخيار ما دامت السماوات والأرض وطاعت الظلمات والأنوار ما اتقوا الله വിശ്വാസികളെ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശം നിർദ്ദേശിക്കുകയാണ്. അല്ലാഹുമ്മ ലക്കൽ ഹംദു, അള്ളാഹു നിനക്കാണ് സർവസ്തുതിയും. അൻത കസൗതനിഹി, നീയാണ് എന്നെ ഈ പുതുവസ്ത്രം ധരിപ്പിച്ചവൻ. അസ്അലുക ഖൈറഹു വഖൈറ മാ സുനിഅ ലഹു, ഈ വസ്ത്രത്തിന്റെ എല്ലാ നന്മയും ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഇതെന്തിനു വേണ്ടി ഉണ്ടാക്കപ്പെട്ടുവോ ആ നന്മയും ഞാൻ നിന്നോട് ചോദിക്കുന്നു. വഅഊദു ബിക മിൻ ശർരിഹി, ഇതിന്റെ ഈ പുതുവസ്ത്രത്തിന്റെ എല്ലാ ഷർറിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. വമിൻ ശർരി മാ സുനിഅ ലഹു, ഇതെന്തിനു വേണ്ടി നിർമ്മിക്കപ്പെട്ടുവോ അതിന്റെ ഷർറിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. പുതിയ വസ്ത്രം ഒരാൾക്ക് ലഭിച്ചാൽ അത് അണിയുമ്പോൾ വലതുവശം കൊണ്ട് അണിയുക. ആ സമയത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ സാധ്യത പഠിപ്പിച്ചിട്ടുണ്ട്. വസ്ത്രത്തിന്റെ മര്യാദകളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാൻ നാം തയ്യാറാവുക. അള്ളാഹുവോട് പ്രാർത്ഥിക്കുക, അവൻ നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി